അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ വാട്ട് ഈസ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഓൾസോ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച് പറഞ്ഞു അല്ലേ. അടുത്ത് പറയേണ്ടത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് സാമൂഹ്യ മാറ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ ഫാക്ടേഴ്സ്. അതായത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഇപ്പം ആളുകളുടെ മനസ്സിനെ, ജീവിത രീതിയെ, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു വിചാരിച്ചു, അവിടുത്തെ ആൾക്കാർ ഒന്നാകെ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കും അല്ലേ. അപ്പം അവരുടെ ആ ഒരു ജീവിത ശൈലിയൊക്കെ മാറും, കൾച്ചറെല്ലാം പോവും, ഒരു ഡിസാസ്റ്ററും ഉണ്ട്. സോ അതാണ് ഈ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, എർത്ത് ക്വേക്ക്, ഡ്രോട്ട്സ് ആൻഡ് ഫാമിൻസ് വിൽ ചേഞ്ച് ദ സോഷ്യൽ ചേഞ്ച്, ദ സോഷ്യൽ തിങ്സ്. അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഫ്ലഡ് വന്നു അല്ലേ. ഫ്ലഡ് വരുമ്പോൾ എന്തുണ്ടായി, ആളുകൾ അതിനോട് നെക്സ്റ്റ് ടൈം അത്രയും കാലം കാണാത്തൊരു കാര്യമാണ് അപ്പോഴും ഫ്ലഡ് വഴി കണ്ടത്. അപ്പോൾ ഫ്ലഡ് വന്നപ്പോൾ ആളുകളുടെ മനസ്സ് ഒരുപാട് മാറി അല്ലേ. ഇപ്പോൾ ഒരു വീട് കിട്ടുകയാണെങ്കിൽ അവർ ചിന്തിക്കും, ഓക്കെ ഭാവിയിൽ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഞാനെങ്ങനെ വീടുണ്ടാക്കണം, ഇങ്ങനെയുള്ള പ്ലാനിങ് ഉണ്ടാവും. അതൊരു സോഷ്യൽ ചേഞ്ചാണ്, അത്രയും കാലം ഉണ്ടായതിൽ നിന്നുള്ള ഒരു മാറ്റമാണ് അല്ലേ, തിങ്കിങ്ങിൽ വരുന്ന മാറ്റാണ്. ഇതിനെ തന്നെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് ഒരാളല്ല, ഒരു സമൂഹം തന്നെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു സോഷ്യൽ ചേഞ്ച് ആയിട്ട് മാറുന്നു. ഇതുപോലുള്ള ഇതൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ ചേഞ്ചിനാണ്. അടുത്തത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. എന്താണ്, സ്ഥലത്തിൻ്റെ ഭൂമിയുടെ ഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ. ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, നാച്ചുറൽ റിസോഴ്സസ്, ക്ലൈമറ്റ്, ടെമ്പറേച്ചർ റീജിയൻസ്. അതായത് ക്ലൈമറ്റ് സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ മഞ്ഞുള്ള ഒരു കാലാവസ്ഥ ഉള്ള രാജ്യത്തുനിന്ന് ഒരാൾ ചൂടുള്ള കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായ മാറ്റങ്ങൾ വരും. അതുപോലെ നമ്മൾ മഴക്കാലത്തുള്ള പോലെയല്ല മഞ്ഞുകാലത്ത് ഉണ്ടാകുന്നത്. അതാണ് ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ. അടുത്ത ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സ്ട്രക്ചർ, സെലക്ഷൻ ആൻഡ് ഹെറിഡിറ്ററി ക്വാളിറ്റീസ് ഓഫ് ജനറേഷൻ. ഇപ്പോൾ നമ്മൾ കാണാം, എന്താണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാരേജസ് വരുന്നുണ്ടല്ലേ. പണ്ടൊക്കെ ഒരേ കാസ്റ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആയിരുന്നു. ഇപ്പം എല്ലാവരും പരസ്പരം കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു ചേഞ്ചാണ് അല്ലേ. നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് മാറും അല്ലേ. നമ്മളിപ്പോൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് കൾച്ചർ, രണ്ട് കാര്യങ്ങളും മിക്സ് ആവുന്നതാണ്. സോ അതോടുവഴി അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഒരു ബയോളജിക്കൽ ചേഞ്ച് വരികയാണ്. ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് ലൈക്ക് പോപ്പുലേഷൻ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസീസ്, സെക്സ് റേഷ്യോ, ഡൗറി സിസ്റ്റം, ഇതും സോഷ്യൽ ചേഞ്ചിന് കാരണമാവാം. അതുപോലെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, നേപ്പാൾസ് റിജക്ഷൻ ഫോർ മൊണാർക്കി, ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ ഹിസ്റ്ററി, ദ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഈ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എന്താണ്, 18 വയസ്സായവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ അവർ ഒരു സോഷ്യൽ ചേഞ്ച് ആണല്ലേ. 18 വയസ്സായിക്കഴിഞ്ഞാൽ താനൊരു പൗരനാണ്, ഒരു സിറ്റിസൺ ആണ് എന്നുള്ളതിലേക്ക് എത്തുകയാണ്. നോർ എ ചൈൽഡ് അല്ലേ, ഒരു കുട്ടിയല്ല, പകരം ഞാൻ ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഒരു എന്താണ്, പ്രായപൂർത്തി വോട്ടവകാശമുള്ള ആളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയാണ്. അതുപോലെ ഉള്ള കാര്യങ്ങളാണ് ഈ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് പറയുന്നത്. അതുപോലെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ഒരു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വലിയൊരു സോഷ്യൽ ചേഞ്ച് ആയിരുന്നു അല്ലേ. അത്രയും കാലം നമ്മൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, എക്സ്പ്ലോയിറ്റേഷനൊക്കെ അനുഭവിച്ചു. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിലേക്ക് മാറുകയാണ്, ഒരു സോഷ്യൽ ചേഞ്ച് ആയിട്ട് മാറുകയാണ്. അതുപോലെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ്, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, അർബനൈസേഷൻ. സോഷ്യോ എക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ, സാമൂഹിക സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങളും സോഷ്യൽ ചേഞ്ചിന് കാരണമാവാം, ഇത് എഫക്റ്റ് ചെയ്യാം. അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്നുള്ള മാറ്റം. നിങ്ങൾ +2 പഠിക്കും, റൈസ് എന്നുള്ളൊരു പോയം പഠിക്കാണ്ട്. അതിൽ പറഞ്ഞു വെച്ചാൽ പണ്ട് അരി കൃഷി ചെയ്തിരുന്നവർ ഇന്ന് റബ്ബറിലേക്കും അടക്കയിലേക്കൊക്കെ മാറുകയാണ്. വൈ? ബിക്കോസ് അതൊരു സോഷ്യൽ ചേഞ്ചാണ്, ലാഭത്തിന് വേണ്ടി ആളുകൾ മാറുകയാണ്. ഓക്കെ. അതുപോലെ ഇൻഡസ്ട്രീസ്, എല്ലാത്തിനും ഇപ്പോൾ ഇൻഡസ്ട്രികളാണ് അല്ലേ. എല്ലാ കാര്യങ്ങളും ഇൻഡസ്ട്രിയലൈസ്ഡ് ആണ്. അപ്പോൾ പണ്ടൊക്കെ കൈത്തൊഴിൽ ചെയ്തിരുന്നവർ ഇപ്പോൾ പല വ്യവസായശാലകളിലുമാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ക്യാപിറ്റലിസം, ഫ്യൂഡലിസം, അർബനൈസേഷനൊക്കെ. അടുത്തത് കൾച്ചറൽ ഫാക്ടേഴ്സ്. എന്താണ് കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിലീവ്സ്, ഐഡിയാസ്, വാല്യൂസ്, കസ്റ്റംസ്, കൺവെൻഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക്
ബിലീവ്സ്, നമ്മുടെ വിശ്വാസങ്ങളിൽ മാറ്റം വരും. നമ്മൾ അന്ധവിശ്വാസങ്ങൾ കുറേ നമുക്കുണ്ടായിരുന്നു. അത് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ്. അത്രയും കാലം നമുക്കത് വിശ്വാസങ്ങളായിരുന്നു. അത് സയൻസ് വഴി നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ പറയാൻ തുടങ്ങി അത് അന്ധവിശ്വാസമാണ്. അതോടുകൂടി ഒരു സോഷ്യൽ ചേഞ്ചാണ് ഈ വിശ്വാസം അന്ധവിശ്വാസമായി മാറുന്നത്. ഓക്കെ. അതുപോലെ ഐഡിയാസ്, വാല്യൂസ്, നമ്മളെല്ലാത്തിനും വാല്യൂ കൊടുക്കുന്ന നമുക്ക് ഒരുപാട് ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇതാണ് ഈ കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ട് പറയുന്നത്. അതുപോലെ പിന്നെ പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആസ് ഫാക്ടേഴ്സ്, എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്നെല്ലാം സയൻസ് ടെക്നോളജി ബേസിസിലാണ് ജീവിക്കുന്നത്. അപ്പം അത് വരുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. പണ്ട് ഫോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം വിരൽ തുമ്പിലാണ്. സോ അതൊരു സോഷ്യൽ ചേഞ്ചാണ്. ഭാവിയിൽ അത് വെറും ഒരു മൈക്രോ ചിപ്പിലേക്ക് പോവാം, അല്ലേ? ലോകം തന്നെ ഒരു ചിപ്പിലേക്കായി മാറാം. അതുപോലെ എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ വഴി സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാം. പല സോഷ്യൽ ചേഞ്ചസും ഉണ്ടായത് ഈ ഒരു എഡ്യൂക്കേഷൻ വഴിയാണെന്ന് നമുക്ക് പറയാം. ഇതല്ലാണ്ട് അതർ ഫാക്ടേഴ്സ് കുറേ ഉണ്ട്. അതും ഒരു കാറ്റഗറിയാണ്. അപ്പം നമ്മൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് പഠിച്ചത്? നാച്ചുറൽ ഫാക്ടേഴ്സ്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, ആൻഡ് ഓൾസോ ദി സയൻസ് ആൻഡ് ടെക്നോളജി ആസ് ഫാക്ടേഴ്സ്. അടുത്ത പറയാനുള്ളത് സോഷ്യൽ ഓർഡർ എന്താണെന്നുള്ളതാണ്. സോഷ്യൽ ഓർഡർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? The social change has to be contrasted with the social order. It has a tendency to resist and regulate the change. സമൂഹത്തിലൊരു ഓർഡർ ഉണ്ടാവണം, അല്ലേ? എല്ലാത്തിനും ഒരു പ്രത്യേക ഒരു ഓർഡർ, രീതി ഉണ്ടാവണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ചേഞ്ച് വേണം, അതുപോലെ സോഷ്യൽ ഓർഡറും വേണം. അപ്പോൾ ഈ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് ഈ ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യാണ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലെവലിൽ ചേഞ്ച് ആയി പോകുന്ന അങ്ങനെ ഒരു ഓർഡർ സൃഷ്ടിക്കണം എന്നാണ് ഈ സോഷ്യൽ ഓർഡർ പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ആക്റ്റീവ് മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് സോഷ്യൽ റിലേഷൻസ് ആൻഡ് വാല്യൂസ് ആൻഡ് നോംസ്. മനസ്സിലായല്ലോ? എന്താണ് ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് സോഷ്യൽ ഓർഡർ എന്ന് ചോദിച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്റ്റീവ് മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് എ സോഷ്യൽ റിലേഷൻ ആൻഡ് വാല്യൂസ് ആൻഡ് നോംസ്. ഒരു മെയിൻ്റനൻസ് ആണ്. ഓർഡർ ചെയ്യുക, ഇപ്പോൾ നമ്മൾ ലെവൽ ചെയ്യാന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഓർഡർ ചെയ്യുക. ഓർഡറായി പോവുക. ഒരു മെയിൻ്റനൻസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സം ഓഫ് ദ തിങ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു കീപ്പിംഗ് സൊസൈറ്റി സ്റ്റേബിൾ ഇസ് കോൾഡ് സോഷ്യൽ ഓർഡർ. അപ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷനാണ്. സം ഓഫ് ദ തിങ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു കീപ്പിംഗ് സൊസൈറ്റി സ്റ്റേബിൾ ഇസ് കോൾഡ് സോഷ്യൽ ഓർഡർ. സൊസൈറ്റി, സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഓരോ വിഭാഗത്തെ ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോവുക, നിലനിർത്തി ലെവൽ ചെയ്തു പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. സ്റ്റെബിലിറ്റി റിക്വയർസ് ദാറ്റ് പീപ്പിൾ ഷുഡ് ഒബേ സെയിം റൂൾസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ബിഹേവ് ഇൻ എ പ്രെഡിക്റ്റബിൾ മാനർ. അതായത് റൂൾസ് ഉണ്ടാക്കി ഒരു ഓർഡർ കൊണ്ടുപോവുക. അതുപോലെ ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും, വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ ഒരേപോലെ ബിഹേവ് ചെയ്യുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു സോഷ്യൽ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. There are specific and concrete reasons for society resisting change. അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാവണം എന്ന് പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പെസിഫിക് കോൺക്രീറ്റ്, അതിനായിട്ട് റീസൺസ് ഉണ്ട് എന്നാണ് പറയുന്നത്, കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് റിച്ച് എപ്പോഴും റിച്ച് ആയിരിക്കാം, പുവർ എപ്പോഴും പുവർ ആയിരിക്കാം, അല്ലേ? പുവർ, മിഡിൽ ആൻഡ് റിച്ച്, അതിനേക്കാൾ റോയൽ, ഇങ്ങനെ പല ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലേ? അത് തന്നെയാണ് ഇതിന് എക്സാമ്പിൾ. റിച്ച് ആൻഡ് പവർഫുൾ സെക്ഷൻ ഇൻ സൊസൈറ്റി റെസിസ്റ്റ് ചേഞ്ചസ് വെറാസ് ദ പുവർ ആൻഡ് പവർലെസ് സെക്ഷൻ വാണ്ട് ടു ഹാവ് എ ചേഞ്ച് ഫോർ ദ ബെറ്റർ. ഇപ്പോൾ പണക്കാരായിട്ടുള്ളവർക്കൊക്കെ ഒരേ രീതിയിൽ പോകാനായിരിക്കും താല്പര്യം. അതേസമയം പാവപ്പെട്ടവരായിരിക്കും മാറ്റത്തിന് വേണ്ടിയിട്ട് എപ്പോഴും കൊതിക്കുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സോഷ്യൽ ഓർഡർ നമുക്ക് കിട്ടാൻ, ഇല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ 2 വഴികളാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, വെൻ പീപ്പിൾ വില്ലിംഗ്ലി വിഷ് ടു
അബൈഡ് ദ റൂൾസ് ആൻഡ് നോംസ്. ആളുകൾ സ്വയം താല്പര്യം എടുത്തിട്ട് റൂൾസും ലോസും ഒക്കെ പാലിക്കുക എന്നുള്ളത് ഒന്നാമത്തത്. രണ്ടാമത്തത് ആളുകൾ നിർബന്ധിക്കുക. ഒന്ന് അവർ തന്നെ സ്വീകരിക്കുക, രണ്ടാമത്തത് കമ്പൽ ചെയ്യുക എന്ന് പറയും. ദ ഹൂം പീപ്പിൾ ആർ കമ്പൽഡ് ടു ഫോളോ റൂൾസ് ആൻഡ് നോംസ്. അതായത് നമ്മളൊരു ഒരിടത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഡോൺ സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, നമ്മളത് അനുസരിക്കുന്നു, നമ്മൾ തുപ്പാണ്ടിരിക്കുന്നു. മനസ്സിലായല്ലേ? അത് നമ്മൾ വില്ലിങ്ലി നമ്മളുടെ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഗ്രൂപ്പിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് അവരെ ഒരുപാട് ദ്രോഹിച്ചിട്ട് കമ്പൽ ചെയ്തിട്ട് നീ തുപ്പരുതെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ തുപ്പാതെ ആക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് കമ്പൽ ചെയ്യുന്നു, ഒന്ന് വില്ലിങ്ലി. ഈവൻ സൊസൈറ്റി യൂസസ് ഹാപ്പി കോമ്പിനേഷൻ ഓഫ് ടു മെത്തേഡ്സ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അല്ലേ? നമ്മൾ നിർബന്ധിക്കുന്നുമുണ്ട്, നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സോഷ്യൽ ഓർഡർ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അത് അടുത്തത് പറയാനുള്ളത് ഡോമിനേഷൻ, അതോറിറ്റി ആൻഡ് ലോ. ഈ ഡോമിനേഷനും അതോറിറ്റിയും കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി എന്തോ ഒരു സാമ്യത തോന്നും. അതുപോലെ ലോ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ മൂന്ന് ടേംസ് നോക്കാം. അതോറിറ്റി, ദ പവർ ഓർ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ്, മേക്ക് ഡിസിഷൻസ് ആൻഡ് എൻഫോഴ്സ് ഒബീഡിയൻസ്. മനസ്സിലായല്ലോ? അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെയുള്ള അതോറിറ്റീസിൻ്റെ കാര്യം എന്താണ്? അവർക്ക് മറ്റുള്ളവരെ ഓർഡർ ചെയ്യാൻ പറ്റും. നീ അത് ചെയ്യുന്നു പറയാൻ പറ്റും. അതുപോലെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ, ഒബീഡിയൻസ്, നമ്മളെ നയിക്കാൻ വേണ്ടിയും അവർക്ക് പറ്റും. മാക്സ് വെബറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതോറിറ്റി ആസ് ലെജിറ്റിമേറ്റ് പവർ ദാറ്റ് ഇസ് ദ പവർ കൺസിഡേർഡ് ആസ് ജസ്റ്റിഫൈഡ് ഓർ എ പ്രോപ്പർ. അത് ശരിയായ രീതിയിലായിട്ടുള്ള ഓർഡറിങ് അല്ലെങ്കിൽ പവറാണ് ഈ അതോറിറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതോറിറ്റി ഓഫ് എ ജഡ്ജ്, പോലീസ് ഓഫീസർ ആൻഡ് എ ടീച്ചർ. ടീച്ചർ ഒരു അതോറിറ്റിയാണ്, അതുപോലെ ഒരു പോലീസ് ഓഫീസർ ഒരു അതോറിറ്റിയാണ്, അതുപോലെ ഒരു ജഡ്ജ് അതോറിറ്റിയാണ്. അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും എപ്പോഴും വാദിക്കുന്നുണ്ടാവുക. ഓക്കെ, അവരവരുടെ പവർ യൂസ് ചെയ്യാണ്. ഡോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓവർ സംവൺ, ഡോമിനേറ്റ് ചെയ്യുക, മേധാവിത്വം കാണിക്കുക എന്ന് പറയും. അതായത് നിങ്ങൾ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചു, ഒരാൾ മറ്റൊരാളെ അടക്കി ഇരുത്തുന്നു. അപ്പം എന്താണ്, ഇപ്പുറത്തുള്ള ആൾ ഡോമിനേറ്റ് ചെയ്യാണ്. അതുപോലെ ഇൻഫ്ലുവൻസിങ് ആണ് ഡോമിനേഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ ഡോമിനൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, മറ്റൊരു കൾച്ചർ നമ്മുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. മനസ്സിലായല്ലോ? അതാണ് കൾച്ചറൽ ഡോമിനൻസ്. ലോ എന്ന് പറയുന്നത് ദ സിസ്റ്റം ഓഫ് റൂൾസ് വിച്ച് എ പെർട്ടിക്കുലർ കൺട്രി or a community recognizes as regulating the actions of its members and which may be enforced by the imposition of penalties. ലോ എന്ന് പറഞ്ഞാൽ നിയമം. ആളുകളെ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. നിയമങ്ങൾ വഴി ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാവുന്നു അല്ലേ? ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് റൂൾസ് എന്ന് പറയാം. ഇപ്പം നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, സെറ്റ് ഓഫ് നിയമങ്ങളാണ്. നമ്മൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റൂൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതെന്തിനാണ്? നമ്മൾ വഴിതെറ്റി പോകാണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് സോഷ്യൽ ഓർഡർ എന്ന് മനസ്സിലായില്ലേ? എല്ലാത്തിനെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ചേഞ്ചുകൾ ഉണ്ടാവണം അല്ലേ? ഇപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങളാണ് സമൂഹത്തിൽ വരുന്നത്. അപ്പം അതിനനുസരിച്ച് നിയമങ്ങളും ഇതിനെ ഓർഡർ ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ഒരു സമൂഹത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കോണ്ടസ്റ്റേഷൻ, ക്രൈം ആൻഡ് വയലൻസ് എന്നുള്ള മൂന്ന് കാര്യങ്ങൾ. കോണ്ടസ്റ്റേഷൻ റിഫേഴ്സ് ടു ദ ബ്രോഡ് ഫോംസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസഗ്രിമെൻറ്റ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിസെൻറ്റ് ഓർ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ലോ ഓർ ലോഫുൾ അതോറിറ്റീസ്. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ടല്ലേ, അതോറിറ്റീസ് നിയമങ്ങൾ ഉണ്ടാക്കും. അതിന് എല്ലാ സമയം എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല അല്ലേ, അതിന് എഗ്രി ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനോടുള്ളൊരു ഡിസഗ്രിമെൻ്റ് ആണ് ഈ കോണ്ടസ്റ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? കോണ്ടസ്റ്റേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനോടുള്ള ഒരു ഡിസഗ്രിമെൻ്റ് ആണ് ഈ കോണ്ടസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത്
ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാത്തിനെയും രണ്ട് രീതിയിൽ കാണുന്ന ആൾക്കാരാണ് അല്ലേ? ഒരു സപ്പോർട്ടിംഗ് ഉണ്ട്, അതുപോലെ കോൺഫ്ലിക്റ്റും ഉണ്ട് അല്ലേ? ഒരു കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ഈസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി എന്ന് പറയാം. സമൂഹത്തിൽ തർക്കങ്ങളും അതുപോലെ അനുകൂല നിലപാടുകൾ എപ്പോഴും ഉണ്ടാവാം. അതിൻ്റെ ഭാഗമായാണ് ഈ ഡിസഗ്രിമെൻറ്റും വരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ അതോറിറ്റിയോടുള്ള ഒരു എന്താണ് ഡിസഗ്രിമെൻ്റ് ആണ് ഈ പറയുന്ന കോണ്ടസ്റ്റേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ പറയുന്നത് വെൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ടേൺ ടു സ്ട്രേഞ്ച് ഹെയർ സ്റ്റൈൽസ് ഓർ ഫാഷൻ ഇൻ ഡ്രസ്സസ് വി ഹാവ് എക്സാമ്പിൾസ് ഫോർ കോണ്ടസ്റ്റേഷൻ. അതായത് നമ്മൾ പറയുന്നത് ഇങ്ങനെ വസ്ത്രം ധരിക്കണ്ട എന്ന് പറയുന്നു, ആൺകുട്ടിയോടും പെൺകുട്ടിയോടൊക്കെ പറയുന്നു വിചാരിക്കാം. അവർ അതിനെ എതിർത്തുകൊണ്ട് ആ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു. അപ്പം അതെന്താണ്? ഒരു ഡിസഗ്രിമെൻ്റ് ആണ്, കോണ്ടസ്റ്റേഷൻ ആണ്. ഓക്കെ. അടുത്തത് ക്രൈം. ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രൈം ഈസ് ആൻ ആക്ട് ദാറ്റ് ബ്രേക്സ് ലോ ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. നമ്മൾ ലോനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അത് ക്രൈം ആവുന്നത്. അപ്പോൾ അതോറിറ്റീനെ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഡിസഗ്രി ചെയ്യുമ്പോൾ കോണ്ടസ്റ്റേഷൻ ആവുന്നു. ലോനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ക്രൈമായി മാറുന്നു, കുറ്റമായി മാറുന്നു അല്ലേ? നിയമം തെറ്റിക്കുമ്പോൾ അല്ലേ കുറ്റങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ ഒരാൾ മോഷ്ടിക്കുന്നു, മറ്റൊരാളുടെ മുതൽ മോഷ്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു നിയമമാണ്. ആ നിയമം നമ്മൾ പാലിക്കാണ്ട് വരുമ്പോൾ അതെന്തായി? ക്രൈമായിട്ട് മാറും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് പറയുന്നത് ഇതിൽ. സോ വി ക്യാൻ സേ ദാറ്റ് ദ ക്രൈം ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് ലോ ഗോയിങ് ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് ലെജിറ്റിമേറ്റ് ഡിസഗ്രിമെന്റ് ഓർ ഡിസെന്റ്. അടുത്ത് പറയുന്നത് വയലൻസ്. വയലൻസ് ഈസ് എ enemy number one of social order and an extreme form of dissent that breaks law and social norms. മനസ്സിലായല്ലോ? ഇസ് ആൻ എനിമി ഓഫ് എ സോഷ്യൽ ഓർഡർ. സമൂഹത്തിന്റെ ഈ മെയിൻ്റനൻസിന്റെ ഒരു വില്ലനാണ് ഈ പറയുന്ന, ഇല്ലെങ്കിൽ അതിന്റെ ഒരു എനിമിയാണ് വയലൻസ് എന്ന് പറയുന്നത്. വയലൻസ് പറഞ്ഞാൽ എന്താണ്? ഈ ബഹളം, വഴക്കുകൾ, ഇതൊക്കെ ഉള്ളത്. ആൻ എക്സ്ട്രീം ഫോം ഓഫ് കോണ്ടസ്റ്റേഷൻ. ഡിസഗ്രിമെന്റിന്റെ ഏറ്റവും എക്സ്ട്രീമാണ്, ഏറ്റവും വലിയ ഫോമാണ് ഈ പറയുന്ന വയലൻസ് അല്ലേ? നമുക്ക് ഒന്നിനോട് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഡിസഗ്രി ചെയ്യാം, എനിക്കതിനോട് യോജിപ്പില്ല എന്ന് പറയാം. അത് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവുന്നു, വയലൻസ് ഉണ്ടാവുന്നു. അപ്പം എന്താണ്? അത് എക്സ്ട്രീം ഫോം ആയിട്ട് മാറുന്നു. ഇറ്റ് റിസൾട്ട്സ് ഫ്രം സോഷ്യൽ ടെൻഷൻസ് വിച്ച് പോയിന്റ് ടു സീരിയസ് പ്രോബ്ലംസ്. ഇത് സമൂഹത്തിന്റെ ടെൻഷൻ, സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? അതിൽ നിന്നുമാണ് ഈ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇറ്റ് ക്യാൻ ബി എ ചാലഞ്ച് ടു ദ അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്. ഇത് ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ തന്നെ മൊത്തം പ്രശ്നമായിട്ട് ബാധിക്കാൻ ഇത് വഴിയായിട്ട് മാറും. The only state have monopoly over legitimate violence within its boundaries. That means the only state can lawfully use violence. So violence is a crime against the state. When a murder or assault take place, it is the state prosecutes the culprit. Okay. ഈ ക്ലാസ്സിൽ ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ വില്ലേജ് ആൻഡ് സിറ്റി എന്നുള്ള ടോപ്പിക്കാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.